എല്ലാവർക്കും സ്വാഗതം. CPCB എന്ന് പറഞ്ഞാൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റിക്രൂട്ട്മെൻറ്റ് 2025 69 അസിസ്റ്റൻ്റ് MTS കൂടുതൽ തസ്തികകളിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. അസിസ്റ്റൻ്റ് MTS തുടങ്ങി 69 തസ്തികകളിലേക്ക് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ്, അതാണ് CPCB റിക്രൂട്ട്മെൻറ്റ് 2025. BCom, BTech or BE, LLB, ഡിപ്ലോമ, +2, SSLC, MSc യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷ 7/4/2025 തുടങ്ങി 28/4/2025 അവസാനിക്കും. CPCB വെബ്സൈറ്റായ cpcb.nic.in വഴിയാണ് ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. CPCB അസിസ്റ്റൻ്റ് MTS കൂടുതൽ തസ്തികയിലെ റിക്രൂട്ട്മെൻറ്റ് 2025 വിജ്ഞാപനത്തിൻ്റെ PDF 8/4/2025 ഈ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജോലിയുടെ പൂർണ്ണ വിവരങ്ങൾ, ഒഴിവ്, പ്രായപരിധി, അപേക്ഷാ ഫീസ്, അപേക്ഷിക്കേണ്ട വിധം എന്നിവയെല്ലാം വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഇതിൽ ബ്രീഫായിട്ട് പറയാം. തസ്തികയുടെ പേര് CPCB, വിവിധ ഒഴിവുകൾക്കുള്ള ഓൺലൈൻ ഫോം 2025. പോസ്റ്റ് തീയതി 8/4/2025. ആകെ ഒഴിവുകൾ 69. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റൻ്റ് MTS കൂടുതൽ തസ്തികകൾ എന്നിവയ്ക്കുള്ള റിക്രൂട്ട്മെൻറ്റ് 2025 വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഈ ജോലിക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 28/4/2025 ഒഴിവുകളുടെ വിശദാംശങ്ങളിൽ താൽപ്പര്യമുള്ളവർക്കും എല്ലാ യോഗ്യതാ മാനദണ്ഡങ്ങളും പൂർത്തിയാക്കിയവർക്കും വിജ്ഞാപനം അപേക്ഷിക്കാം. പോസ്റ്റിൻ്റെ പേര് ശാസ്ത്രജ്ഞൻ B, 22 ഒഴിവുകൾ. അസിസ്റ്റൻ്റ് ലോ ഓഫീസർ 1 ഒഴിവ്. സീനിയർ ടെക്നിക്കൽ സൂപ്പർവൈസർ 2 ഒഴിവ്. സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് 4 ഒഴിവ്. ടെക്നിക്കൽ സൂപ്പർവൈസർ 5. അസിസ്റ്റൻ്റ് 4. അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻ്റ് 2. ജൂനിയർ ട്രാൻസ്ലേറ്റർ 1. സീനിയർ ഡ്രാഫ്റ്റ്മാൻ 1. ജൂനിയർ ടെക്നീഷ്യൻ 2. സീനിയർ ലബോറട്ടറി അസിസ്റ്റൻ്റ് 2. അപ്പർ ഡിവിഷൻ ക്ലർക്ക് 8. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 2nd ഗ്രേഡ് 1 ഒഴിവ്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 3 ഒഴിവ്. ജൂനിയർ ലബോറട്ടറി അസിസ്റ്റൻ്റ് 2. ലോവർ ഡിവിഷൻ ക്ലർക്ക് 5. ഫീൽഡ് അറ്റൻഡൻറ്റ് 1. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 3. അങ്ങനെയാണ് ആകെ 69 ഒഴിവുകളുള്ളത്. ഇനി ശമ്പളത്തെക്കുറിച്ച് പറയാം. ശാസ്ത്രജ്ഞൻ B ശമ്പളം മെട്രിക്സ് ലെവല് 10, അതായത് 56,100 മുതൽ 1,77,500 രൂപ വരെ. അസിസ്റ്റൻ്റ് ലോ ഓഫീസർ മെട്രിക്സ് ലെവൽ 7 റുപ്പീസ് 44,900 മുതൽ 1,42,400 രൂപ വരെ. സീനിയർ ടെക്നിക്കൽ സൂപ്പർവൈസർ 44,900 മുതൽ 1,42,400 രൂപ വരെ. സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് 35,400 മുതൽ 1,12,400 രൂപ വരെ. ടെക്നിക്കൽ സൂപ്പർവൈസർ 35,400 മുതൽ 1,12,400 രൂപ വരെ. അസിസ്റ്റൻ്റ് 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെ. അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻ്റ് സെയിം തന്നെ 35,400 മുതൽ 1,12,400. ജൂനിയർ ട്രാൻസ്ലേറ്റർ അതേ ശമ്പളം തന്നെയാണ്. സീനിയർ ഡ്രാഫ്റ്റ്മാൻ അതേ ശമ്പളം തന്നെയാണ്. ജൂനിയർ ടെക്നീഷ്യൻ അത് 25,500 രൂപ മുതൽ 81,100 രൂപ വരെ. സീനിയർ ലബോറട്ടറി അസിസ്റ്റൻറ്റും അപ്പർ ഡിവിഷൻ ക്ലർക്കും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് 2ഉം സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2ഉം 25,500 രൂപ മുതൽ 81,100 രൂപ വരെയാണ്. ജൂനിയർ ലബോറട്ടറി അസിസ്റ്റൻ്റ് 19,900 മുതൽ 63,200 രൂപ വരെ. ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെയും ശമ്പളം 19,900 മുതൽ 63,200 രൂപ വരെ.
ഫീൽഡ് അറ്റൻഡൻറ്റ് 11,000 മുതൽ 56,900 വരെ. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 11,000 മുതൽ 56,900 വരെ. ഇനി ഏജ് ലിമിറ്റേഷൻ നോക്കാം. ജൂനിയർ ടെക്നീഷ്യൻ, സീനിയർ ലബോറട്ടറി അസിസ്റ്റൻറ്റ്, UDC, DEO, സ്റ്റെനോഗ്രാഫർ, ജൂനിയർ ലബോറട്ടറി അസിസ്റ്റൻറ്റ്, LDC, ഫീൽഡ് അറ്റൻഡൻറ്റ്, MTS എന്നീ തസ്തികകളിലേക്കും ശാസ്ത്രജ്ഞൻ B തസ്തികയിലേക്ക് 35 വയസ്സ് വരെയാണ് പ്രായപരിധി. മറ്റ് തസ്തികകളിലേക്ക് 30 വയസ്സാണ് പ്രായപരിധി. നിയമങ്ങൾ അനുസരിച്ചിട്ട് ഏജ് റിലാക്സേഷൻ ബാധകമാണ്. പരീക്ഷാ ഫീസ് 2 മണിക്കൂർ പരീക്ഷയ്ക്ക് 750 രൂപ, പരീക്ഷാ ഫീസ് പ്ലസ് 250. അങ്ങനെ പരീക്ഷാ സെഷൻ 1000 രൂപയാണ് അടക്കേണ്ടത്. 1 മണിക്കൂർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് 350 രൂപ, പരീക്ഷാ ഫീസ് പ്ലസ് 150, അങ്ങനെ 500 രൂപ. SC, ST, PWBD മുൻ സൈനികർക്കും സ്ത്രീകൾക്കും പരീക്ഷാ ഫീസ് ഇല്ല. എല്ലാ ഉദ്യോഗാർത്ഥികളും രജിസ്റ്റർ ചെയ്ത് ടെസ്റ്റ് സെഷൻ ഫീസ് അടയ്ക്കണം. 2 മണിക്കൂർ പരീക്ഷയ്ക്ക് 250 രൂപയും 1 മണിക്കൂർ പരീക്ഷയ്ക്ക് 150 രൂപയുമാണ്. പരീക്ഷാ ഫീസും പരീക്ഷാ മണിക്കൂർ അനുസരിച്ചുള്ള പൈസയും കൂടി അടക്കണം. ഇതാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സൈറ്റ്. ഇതാണ്. അതിൽ ജോബ് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോഴാണ് ഇത് തുറന്നു വരുന്നത്. അതിൽ CPCB ഇൻവൈറ്റ്സ് ആപ്ലിക്കേഷൻ ഫോർ റിക്രൂട്ട്മെൻറ്റ് ടു ദ ഡിഫറെൻറ്റ് പോസ്റ്റ് ഇൻ CPCB ഓൺ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ബേസിസ്. സ്റ്റാർട്ട് ഡേറ്റ് 7/4/2025, എൻഡ് ഡേറ്റ് 28/4/2025. അഡ്വർടൈസ്മെൻറ്റിൻ്റെ PDF ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ഇൻ്റർഫേസ് വരുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പണായി വരുന്നത് CPCB 2025 റിക്രൂട്ട്മെൻറ്റ് പോർട്ടലിലെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ. പ്ലീസ് എൻ്റർ യുവർ ഡീറ്റെയിൽസ്. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്യുക. എൻ്റർ യുവർ പാസ്വേഡ് ചെയ്യാം. I am not a robot ടിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്യുക. അത് രജിസ്റ്റർ ചെയ്തവർക്കാണ് ഇത്. രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ, ഇവിടെ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇതിലെല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സൈറ്റിൽ കയറി ജോബ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ കാണുന്ന വെബ്സൈറ്റ് അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ തുറന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ഇമെയിൽ IDയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. I am not a robot എന്നുള്ള ടിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം അതിലുള്ള ഫോം ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ഒന്നും കൂടി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ വേറൊരു തൊഴിൽ വാർത്തയുമായി വേഗം തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.